Hi friends, welcome back. ടെലിഗ്രാമിലെ ക്വിസ്ബോട്ട് റിലേറ്റഡ് വീഡിയോസിന്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1ൽ നമ്മൾ പുതിയതായി ഒരു ക്വിസ്ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ക്വിസ്ബോട്ടിൽ പോൾസ് അഥവാ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നതും ക്വിസ് ക്രിയേറ്റ് ആയതിനു ശേഷം അവൈലബിൾ ആയ ഓപ്ഷൻസുമായിരുന്നു കണ്ടത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 കാണാവുന്നതാണ്. പാർട്ട് 2ൽ ക്വിസ്ബോട്ടിലെ പോൾസ് അഥവാ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാതെ ഏതൊക്കെ രീതിയിൽ ആഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിന് 3 മാർഗങ്ങളുണ്ട്. 1. ഒരു ക്വസ്റ്റ്യന്റെ ഫോട്ടോ ഓർ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. 2. ഒരു ഗ്രൂപ്പിൽ ഓൾറെഡി കണ്ടക്ട് ആയ ക്വിസ്ബോട്ടിലെ പോൾസ് നമ്മൾ ഉണ്ടാക്കുന്ന ക്വിസ്ബോട്ടിലേക്ക് ഫോർവേഡ് ചെയ്യുക. 3. ഒരു ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുള്ള പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വിസ്ബോട്ടിലേക്ക് ഫോർവേഡ് ചെയ്യുക. നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ക്വിസ്ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ കൊടുക്കുക. ശേഷം അറ്റാച്ച്മെന്റ് ഓപ്ഷനിൽ നിന്നും ക്വസ്റ്റ്യന്റെ ഫോട്ടോ ഓർ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച്മെന്റ് ഓപ്ഷനിൽ പോകുക. പോൾസ് സെലക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസിൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യന്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറോ കൊടുക്കുക. ശേഷം ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ടിലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഓപ്ഷൻ നമ്പേഴ്സ്, അതായത് ABCD എന്ന ഓർഡറിൽ കൊടുത്താൽ മതിയാകും. സ്ക്രീൻഷോട്ടിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് തന്നെ ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ ഇവിടെ ആൻസറിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ ക്യൂസ് ചെയ്യുന്ന ടൈപ്പിൽ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഈ എക്സ്പ്ലനേഷൻ അപ്പിയർ ആകും. ഇനി ക്രിയേറ്റ് പ്രസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആഡ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ബോട്ടിൽ ഓൾറെഡി എക്സിക്യൂട്ട് ആയ ക്വിസ്ബോട്ടിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ ആഡ് ചെയ്യാം. അതിനായി ആദ്യം ക്വിസ്ബോട്ടിന്റെ പുറത്തേക്ക് പോകാം. ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ എക്സിക്യൂട്ട് ആയ ക്വിസ്ബോട്ടിന്റെ പോൾസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ആവശ്യമുള്ള പോൾസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫോർവേഡ് കൊടുക്കാം. ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ക്വിസ്ബോട്ടിലേക്കാണ്. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പോൾസ് ക്വിസ്ബോട്ടിൽ ആഡ് ആയി എന്ന് കാണിക്കുന്നത്. ഇനി ഗ്രൂപ്പിലെ ഒരു സാധാ പോള് ക്വിസ്ബോട്ടിൽ ആഡ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ ഗ്രൂപ്പിൽ പോയി ആ പർട്ടിക്കുലർ പോൾ ഫോർവേഡ് ചെയ്യുക. ക്വിസ്ബോട്ടിന്റെ അല്ലാതെ സാധാരണ പോൾസ് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളോട് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടും. ക്വിസ്ബോട്ടിന്റെ പോൾസ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ആ പോളും ആഡ് ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. ക്വസ്റ്റ്യൻ ടൈം കൊടുക്കാം. ഷഫിൾ ഓപ്ഷൻസ് കൊടുക്കാം. ടൈമും ഷഫിളും ഏതാണെന്നൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വിസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ക്വിസ്ബോട്ട് ഒരു ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ക്വിസ് ഇൻ ഗ്രൂപ്പ് ഓപ്ഷൻ കൊടുക്കാം. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. റെഡി കൊടുക്കാം. ഗ്രൂപ്പിൽ മിനിമം 2 മെമ്പേഴ്സ് എങ്കിലും റെഡി കൊടുത്താലേ ക്വിസ് സ്റ്റാർട്ട് ആകുകയുള്ളൂ. കണ്ടോ, ക്വിസ് സ്റ്റാർട്ടായി. കണ്ടോ, നമ്മൾ ആദ്യം ആഡ് ചെയ്ത സ്ക്രീൻഷോട്ടും അതിൻ്റെ കൂടെ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ ആഡ് ചെയ്ത പോളും ഒരുമിച്ച് വന്നു. ഓപ്ഷൻ മാർക്ക് ചെയ്തതിനു ശേഷം മുകളിൽ എക്സ്പ്ലനേഷൻ വന്നത് കണ്ടോ? കണ്ടിട്ടില്ലാത്തവർ ആ ബൾബിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമ്മൾ കൊടുത്ത ടൈം കഴിഞ്ഞപ്പോൾ ക്വിസ്ബോട്ടിൽ നിന്നും ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസും ഓരോന്നോരോന്നായി വരുന്നുണ്ട്. ക്വിസ് കഴിഞ്ഞു. റിസൾട്ടും വന്നു. ഈ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ക്വിസ്ബോട്ട് റിലേറ്റഡ് ക്വിസ്ബോട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റു ചില വീഡിയോസ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ്സാകാതിരിക്കാൻ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്